നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മന്ത്രി വി ശിവൻകുട്ടിയെ തന്നെ പോരാട്ടത്തിന് ഇറക്കാൻ CPM. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാമല്ലേ? നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കാലേക്കൂട്ടി കളത്തിലിറങ്ങാൻ CPM ഒരുങ്ങുന്നത്. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കാലം ഒരു സൂപ്പർ സ്റ്റാർ മതി. അത് മതി. 100% മത്സരിക്കും. കോൺസ്റ്റിറ്റ്യൂൻസി പറയാം, നിയമം കോൺസ്റ്റിറ്റ്യൂൻസി മത്സരിക്കും. സ്വാമി അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നാച്ചിപ്പോ നേമത്ത് പൂട്ടി അക്കൗണ്ട് തുറക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിന്റെ താക്കോലുമായി രാജീവ് ചന്ദ്രശേഖർ എത്തും. തടുക്കാൻ എന്തിനും പോകുന്ന ഒരാൾ തന്നെ വേണം CPM-ന്. നേമത്തിന്റെ MLA-യും വിദ്യാഭ്യാസ മന്ത്രിയുമായി വി ശിവൻകുട്ടിയെ തന്നെ കളത്തിലിറക്കാനാണ് CPM-ലെ ധാരണ. അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. நம்ம வேலை நம்ம கடமையை செம்மையாக செஞ்சுட்டு அந்த நதி மாதிரியே போய்கிட்டே இருக்கணும். നേമത്ത് BJP-യുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ പൂട്ടിയേക്ക്. ഓഹോ, അങ്ങനെയാണല്ലേ? ലോകം ഈ ഇലക്ഷൻ കൊണ്ട് അവസാനിക്കാൻ പോകണമെന്നില്ലല്ലോ. 2016 O രാജഗോപാലിലൂടെ BJP നേമത്ത് വിജയിച്ചത്. 2021 കുമ്മൻ രാജശേഖരനെ പരാജയപ്പെടുത്തി വി ശിവൻകുട്ടി നേമം തിരിച്ചുപിടിച്ചു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമത്തെ 15 വാർഡുകളിൽ BJP-ക്കുള്ള മുൻതൂക്കം വലിയ ആത്മവിശ്വാസമാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ വ്യക്തിപ്രഭാവം വോട്ടാകുമെന്നാണ് BJP കണക്കുകൂട്ടൽ. അവനൊരു സിഗ്നൽ തന്നിട്ടുണ്ട്, വലിയൊരു സിഗ്നൽ. കോളേജ് പഠനകാലത്ത് ഫുട്ബോൾ മൈതാനത്ത് ഗോൾ കീപ്പറായിരുന്നു ശിവൻകുട്ടി. എതിരാളികളുടെ മിന്നൽ ഷോട്ടുകൾ തടുത്ത് ഗോൾ വല കാക്കുന്ന കരുത്തൻ. നാട്ടുകാരെ നിനക്ക് പ്രാന്താന്ന് പറയും. നീ ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞാൽ കണ്ടെന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. ആഗ്രഹമില്ലാണ്ടല്ല സുഖേട്ടാ, എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ. കളി കാര്യമാക്കാൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇക്കുറി നേരിട്ടിറങ്ങുമ്പോൾ മൈതാനം അറിഞ്ഞു കളിക്കണം ശിവൻകുട്ടിയും CPM-ഉം. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ?